എപ്പോഴും എന്താണ് ഞാൻ ഓരോ പാർട്ടിക്ക് വേണ്ടി അങ്ങനെ ജീവത്യാഗം ചെയ്യുന്ന അങ്ങനെ ഒരു വ്യക്തിയല്ല. നമുക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാവില്ല. നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിയും എല്ലാ പാർട്ടിയിലും കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും കാണും. അതുപോലെ ആ ഉള്ള പോസിറ്റീവ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, നെഗറ്റീവ്സിനെ നമ്മൾ മനസ്സിലാക്കി എന്ന് വിശ്വസിച്ച് പോകുന്നു. ഓക്കെ, അപ്പം ഞാൻ അതുകൊണ്ട് പാർട്ടിയൊന്നും ഓപ്പൺ അപ്പ് ചെയ്ത് പറയുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ പ്രവേശനത്തിനെ കുറിച്ച് പറയാം. ഫ്ലോപ്പായ രാഷ്ട്രീയ പ്രവേശനം. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു പാർട്ടിയുടെ, ഒരു പ്രമുഖ പാർട്ടിയുടെ ആൾക്കാർ വന്നിട്ട് പറയാണ്. അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്ന സമയത്താണ്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഹസ്ബൻഡ് അനിയനോട് പറയാണ് ഇങ്ങനെ ഇലക്ഷനൊക്കെ നിൽക്കണം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അവരെ നാട്ടുകാർക്കൊക്കെ, നമ്മളെ കുറച്ച് പേർക്കൊക്കെ അറിയാലോ. അപ്പൊ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഒരാളെ വേണം, പഞ്ചായത്ത് ഇലക്ഷനാണ്, ഇങ്ങനെ ആൾക്കാർ അറിയാവുന്ന ഒരാളെ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് വലിയ ഐഡിയ ഒന്നുമില്ല രാഷ്ട്രീയത്തെ കുറിച്ച്. പിന്നെ ഇങ്ങനെ സ്ഥാനാർത്ഥിയൊക്കെ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഫെയിം ഉണ്ടല്ലോ, അതൊക്കെ പ്രതീക്ഷിച്ച് പെട്ടെന്ന് ചാടിക്കേറി എസ് പറഞ്ഞു. എന്നിട്ട് പോവാണ്. അതിനായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനും സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു വാർഡിൽ ഇലക്ഷന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തു, അന്നത്തെ കാലഘട്ടത്തിൽ അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വലിയ വലിയ ഞാൻ വല്ല MLA MP അങ്ങനെ ലെവലൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ വാർഡിൽ ഇലക്ഷൻ വരെ നിന്നത്. എന്നിട്ട് ഇലക്ഷൻ നിന്നു എന്ന് പറയാൻ പറ്റില്ല, ഇലക്ഷൻ നിൽക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കണ്ടത്. എന്നിട്ട് ഇവർ പറഞ്ഞു കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തോണം, ഫ്ലെക്സ് അടിക്കണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ. പിന്നെ അന്നോട്ട് ഓരോ സ്റ്റുഡിയോയിലും കയറുന്നു. സ്റ്റുഡിയോയിൽ കയറി ഓരോ ഫോട്ടോസ് എടുക്കുമ്പോഴും ശരിയായില്ലെങ്കിലും നമ്മൾ നമ്മുടെ മുഖത്തിനെ കുറ്റം പറയൂലല്ലോ. നമ്മൾ ആ സ്റ്റുഡിയോ കൊള്ളത്തില്ലെന്ന് പറയും, ഇത് വേറെ സ്റ്റുഡിയോ പോ. അങ്ങനെ പല സ്റ്റുഡിയോയിലും പോയി, ചിരിക്കുന്നതും ചിരിക്കാത്തതും ചരിഞ്ഞിരിക്കുന്നു, എത്ര ഫോട്ടോസ് എടുത്തെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഈ ഫോട്ടോസ് എല്ലാം എടുത്ത് കളക്ട് ചെയ്തൊക്കെ വെച്ചു. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് നോമിനേഷൻ കൊടുക്കാൻ പോണം. ഓക്കെ ആയിക്കോട്ടെ. അതിനു വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ എടുത്തു. ഞാൻ ഇപ്പോഴും ഓർത്തു, ഞാൻ അന്ന് കുറെ രാഷ്ട്രീയക്കാരെയൊക്കെ ശ്രദ്ധിച്ചപ്പോൾ മറ്റേ വലിയ പൊട്ടൊക്കെ തൊടുന്ന ബൃന്ദ കാരാട്ടിനെ, അവരെയൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ശരി, നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ. വലിയ സെറ്റ് സാരി കൊടുത്ത് വലിയ പൊട്ടൊക്കെ തൊട്ട് ഞാനിപ്പോ അത് ഓർക്കുക. എന്നിട്ട് ഒരുങ്ങി ആൾക്കാരൊക്കെ വന്നു. അവിടെ ഈ പത്രിക കൊടുക്കാൻ നമ്മൾ വലിയ ആൾക്കൂട്ടമൊക്കെ ആയിട്ടാണല്ലോ പോകേണ്ടത്. നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ വലിയ ഓളമായിരിക്കണം. അപ്പൊ പിന്നെ അവിടുന്നും അടുത്ത വാർഡിൽ നിന്നും ഒക്കെ ആളെ ഇറക്കി ഇവിടെ ജാതിയൊക്കെ ആയിട്ട് ഈങ്കിലാ വിളിച്ച് പോവാണ് നോമിനേഷൻ കൊടുക്കാനായിട്ട്. അവിടെ ചെന്നപ്പോഴോ നോമിനേഷൻ കൊടുക്കാൻ ചെന്നു. അവിടെ കയറി, അവിടെ പഞ്ചായത്തിലുള്ള ആൾക്കാരിലൊക്കെ നോക്കുവാണ് പുതിയ സ്ഥാനാർത്ഥിയെ. ഒയ്യോ എന്റെ ദൈവമേ. എന്നിട്ട് ഞാനിങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ നിൽക്കുമ്പോൾ അവര് എന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു നോമിനേഷൻ കൊടുക്കാൻ പറ്റത്തില്ല, എന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലില്ല. ആ ഒരു നിമിഷം എന്റെ ദൈവമേ, എനിക്ക് അവിടെ നിന്ന് അപ്പൊ തന്നെ ഭൂമി വളർന്ന് താഴോട്ട് പോയാൽ മതി എന്നുണ്ടായിരുന്നു. എല്ലാരും ഒരു നിമിഷം എന്റെ മുഖത്തേക്ക് ഒരു നോട്ടം. സത്യം പറഞ്ഞ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്ന് 1.5 വർഷമായെങ്കിലും വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ഡോക്യുമെന്റ്സ് ഒന്നും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ വോട്ടുണ്ടെങ്കിലും ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഇവിടെ പഞ്ചായത്ത് വോട്ടുകളെ കുറിച്ചുള്ള ചിന്തിക്കാനുള്ള ബോധം ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അത് അവരും എന്നോട് ചോദിച്ചില്ല, ഞാനൊട്ട് ആ കാര്യം ശ്രദ്ധിച്ചില്ല. ഈ ഇലക്ഷന് നിൽക്കണം ഇങ്ങനത്തെ പരിപാടിയൊക്കെ പറഞ്ഞപ്പോഴും ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്റെ പേര് വേണം എന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് ചിന്തിക്കുന്നത് തന്നെ. എന്നിട്ട് അവരൊക്കെ എന്നെ ആശ്വസിപ്പിച്ചു. എന്നാലും ഞാൻ ഓർക്കുവാണ് എന്റെ ഒരാളുടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളായിരുന്നു അവിടെ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ആരെങ്കിലുമൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു എപ്പോഴെങ്കിലും ഇനി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ടെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പേരൊക്കെ ഉണ്ടെന്നൊക്കെ ഓർമ്മ ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു കഥ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് കേട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, സോറി, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.